ഞാൻ അഷ്ന. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്കെല്ലാം തെറ്റിപ്പോകുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ. ഞാൻ അഷ്ന. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ഞാൻ ഇട്ടിരിക്കുന്നത് ഫുള്ളും ഷോർട്സാണ്. 35 ഷോർട്ട് വീഡിയോസാണ് ഇട്ടേക്കുന്നത്. ഇതുവരെ ഞാൻ ഒരു ലോങ് വീഡിയോസ് ഇട്ടിട്ടില്ല. അപ്പം എനിക്കും ഭയങ്കര ലോങ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അതിൻ്റേതായിട്ടുള്ള കുറവുകളുണ്ട്. അതൊക്കെ പോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾ. അപ്പം ഞാൻ കുറേ ആലോചിച്ചു എന്ത് ലോങ് വീഡിയോ എടുക്കുമ്പോൾ എന്ത് എടുക്കണം. എന്തെല്ലാം ഇപ്പം കുറേ പേര് ഓരോ കണ്ടൻറ്റ് ഇതാക്കുന്നുണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലോങ് വീഡിയോ എടുക്കുമ്പോൾ തന്നെ എന്ത് ലോങ് വീഡിയോ എടുത്താലാണ് ആൾക്കാർ കാണുന്നത്, എങ്ങനെയാണ് ലോങ് വീഡിയോ എടുക്കേണ്ടത്, അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ കുറേ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് എങ്ങനെയാണ് ലോങ് വീഡിയോ എടുക്കുന്നത്, ഷോർട്ട് വീഡിയോ എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ ജസ്റ്റ് നമ്മളെക്കുറിച്ച് പറയാം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. ഞാൻ കുറേ പ്രാവശ്യം ഈ ലോങ് വീഡിയോ എടുത്തിട്ട് ഒന്നും ശരിയാവുന്നില്ല. അവിടെ ഇവിടെയൊക്കെ തെറ്റിപ്പോകും. ലാസ്റ്റ് ഞാൻ മടുത്ത് ഇത് ലാസ്റ്റ് ഫൈനലിന് എടുക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഈ വീഡിയോ. ഞാൻ എൻ്റെ ചാനലിൻ്റെ പിന്നെ പറയുന്നത് ഇതും തെറ്റുണ്ട്, നിങ്ങൾക്കത് ക്ഷമിക്കണം. ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പം എൻ്റെ ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് അഷ്ന എന്നാണ്. എൻ്റെ പേരും അഷ്ന എന്നാണ്. ഞാൻ നേഴ്സിംഗ് ആണ് പഠിക്കുന്നത്. പിന്നെ ഈ ഈ ചാനൽ തുടങ്ങാൻ തന്നെ കാരണം എൻ്റെ ഫ്രണ്ട്സാണ്. അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് വീഡിയോസ് ഇടണമല്ലോ. അപ്പോൾ ഈ വീഡിയോസ് ഇടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരിക്കും. നമ്മളിപ്പോൾ മറ്റുള്ളവരിപ്പോൾ വീഡിയോ ഇടാൻ പറ്റുമോ, എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടത്, ഒന്നും എനിക്ക് യൂട്യൂബിൻ്റെ A to Z കാര്യം ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് നോക്കി കുറേ കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടത് അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചു. എന്നിട്ട് പിന്നെ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തു. എന്നിട്ട് അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ രണ്ടെണ്ണം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നിയത് രസമാവുമോ എന്നൊക്കെ, അത് കൊള്ളുമോ എന്നൊക്കെ തോന്നി, വീഡിയോ ശരിയാവും എന്നൊക്കെ തോന്നിയായിരുന്നു. അപ്പോൾ പിന്നെ ആലോചിച്ചപ്പം നമ്മളെന്തായാലും വീഡിയോസ് യൂട്യൂബിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടല്ല വരുന്നത്. നമ്മൾ അവിടെ നിന്നും കണ്ടും കേട്ടുമൊക്കെയാണ് നമ്മൾ ഓരോ കാര്യം പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് അത്ര ഭയങ്കര ഇൻ്റർനാഷണൽ വീഡിയോ പോലെ ആവാതെ കുറച്ച് നമുക്കറിയാവുന്ന രീതിയിൽ എഡിറ്റ് ചെയ്യുക, എന്നിട്ട് അറിയാവുന്ന രീതിയിലാക്കുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. ആ രീതിയിൽ ഞാൻ 35 ഷോർട്സ് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. 35 ഉണ്ട്. അങ്ങനെ 35 ഷോർട്സ് വീഡിയോസ് ഇട്ടു. ഇപ്പോൾ എത്രയാണ് 31 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. നമ്മൾ പതിയെ ഓരോന്നും പഠിച്ച് അല്ലേ നമ്മൾ ഓരോന്നും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സ് ആവുന്നത്. എനിക്കെല്ലാം തെറ്റിപ്പോകുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ. പിന്നെ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് എന്താ ഇവിടെ എന്നല്ലേ, എൻ്റെ അമ്മയുടെ കടയാണ്. പപ്പയുടെ കട അപ്പുറത്തുണ്ട്. അപ്പം ഞാൻ ലീവായതുകൊണ്ട് അമ്മ വേറെ പണിക്ക് പോയി, ഞാനിവിടെ നിൽക്കുന്നു. അങ്ങനെ പിന്നെ എന്തായാലും ലോങ് വീഡിയോ ഇടാന്നല്ല, എന്തായാലൊക്കെ പറയാം. ഇതിവിടുത്തെ ലിബാം കടത്തെ ഇനി 20 രൂപ കേട്ടോ. നല്ല കളറുണ്ട് ഈ ലിബാമിന്. സ്ട്രോബെറി എന്നെങ്ങാണ്ടോ അതിൻ്റെ പേര് എഴുതിയേക്കുന്നത്. 20 രൂപ വരുന്നത്. പിന്നെ എന്താ, അപ്പോൾ എൻ്റെ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു കിളിയോ അവസ്ഥയിലാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ കേട്ടോ. നമ്മൾ മറ്റ് ചാനലും എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്യല്ലേ, ഒരിക്കലും കമ്പയർ ചെയ്തില്ല. പിന്നെന്താ, പിന്നെയൊന്നുമില്ല. പിന്നെയെന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാം. പിന്നെ എൻ്റെ ഫ്രണ്ട്സും കൂടെ എന്നെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഞാൻ അങ്ങ് തുടങ്ങി. ജനുവരി 1 ഞാൻ കണ്ടതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത് ഈ 2-3 മാസം മുമ്പാണ്. അങ്ങനെ അപ്പോൾ എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.